ഹലോ ഗൈസ്, റംജാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിങ്ങൾ ബ്രെഡ് കസ്റ്റാർഡ് പൗഡർ കൂടി വെച്ച് ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാ അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, പിസ്ത, വാൽനട്ട് ഇതൊന്ന് പ്രസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും പാലും കലക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് 8 പീസ് ഉണ്ട്. ഇത്രയുള്ളതിലേക്ക് വേണ്ട. ഓക്കെ, പാല് പാത്രത്തിൽ നോൺ സ്റ്റിക്കിൻ്റെ കൊണ്ടുള്ള പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതിൽ കസ്റ്റാർഡ് പൗഡർ കലക്കിയത് അരിച്ച് വാരുകയാണ്. ഓണാക്കാൻ പോവുകയാണ്. കസ്റ്റാർഡ് കുറുക്കാൻ പോവുകയാണ്. ഇളക്കി കൊടുക്കണം. ഇതൊരു വെറൈറ്റി ഫുഡിങ്ങാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊണ്ടുള്ള പാത്രത്തായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കസ്റ്റാർഡ് പൗഡർ കൊടുക്കുന്നതിൻ്റെ മുകളിൽ കൂടെ പാർന്നിട്ട് വീണ്ടും ഒരു ടിപ്പ് കൂടി വെക്കും. കസ്റ്റാർഡ് കുറുക്കി കൊടുക്കുന്നത് ഇതിലേക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ മുകളിൽ കൂടെ വീസി പാർന്ന് കൊടുക്കുന്നുണ്ട്. അതിൽക്കൂടെ സ്റ്റെപ്പ് കൂടി വെച്ച് കൊടുക്കുകയാണ്. സ്റ്റെപ്പ് കൂടി വെച്ച് രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പാർന്ന് കൊടുക്കുന്നത് പുഡിങ്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഇനി ഓരോ സാധനങ്ങളുണ്ട്. അണ്ടിപ്പരിപ്പ്, ബ്രെഡ് പിടിച്ചൊക്കെ ഇടാണ്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഉണ്ട്. അണ്ടിപ്പരിപ്പ്, പിസ്ത ഒക്കെ പ്രസ് ചെയ്തത് ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇടാൻ പോവുകയാണ്. ഞാൻ ആദ്യം ബ്രെഡ് പൊടിച്ചത് വേറെ കൊടുക്കുന്നുണ്ട് മുകളിൽ കൂടെ. അണ്ടിപ്പരിപ്പ് പ്രസ് ചെയ്തത് മേലെ കൂടെ അതിൽ കൊടുക്കുന്നുണ്ട്. വീണ്ടും മുകളിൽ കൂടെ കുറച്ചുകൂടി ബ്രെഡിൻ്റെ പൊടി പ്രസ് ചെയ്തത്. ഞങ്ങൾ ഓഫീഷ്യലിലാണ്, ഇടണമെന്നൊന്നുമില്ല. ഉള്ളവരിടുക, ഇല്ലാത്തവരിടും വേണ്ട. ഞങ്ങളുടെ കയ്യിൽ കുറച്ചല്ലാതെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇടാണ്. ഞാൻ മൂടി വെക്കുകയാണ്. മൂടി ഫ്രിഡ്ജിലേക്ക് വന്ന് വെക്കണം. ഇന്ന് നാളെ ഇത് എടുക്കാവുള്ളൂ. അപ്പോൾ നാളെ എടുക്കുമ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പുഡിങ്ങൊക്കെ ഇതാ ശരിയായി വന്നിട്ടുണ്ട്, സെറ്റായിക്കണം. ഇനി ഇതാ അതിന് കോരുന്നത് ഇതങ്ങനെ നല്ല ടേസ്റ്റുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റംജാസ് കിച്ചണിലേക്ക് സ്വാഗതം. പുഡിങ് പുഡിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ പുഡിങ്. ഓക്കെ.